ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. 1943 ഫെബ്രുവരി 13 കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി എന്ന സ്ഥലത്ത് എങ്കക്കാട്ട് ഒടുവിൽ വീട്ടിൽ കൃഷ്ണമേനോൻ്റെയും പാർക്കുട്ടി അമ്മയുടെയും ഇളയ മകനായാണ് ഉണ്ണികൃഷ്ണൻ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം സർക്കാർ ഹൈസ്കൂളിൽ നിന്ന് പൂർത്തിയാക്കി. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ ഒരു സരസകവിയും മറ്റൊരു അമ്മാവൻ ഉണ്ണികൃഷ്ണ മേനോൻ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന നർത്തകനുമായിരുന്നു. ചെറുപ്പകാലം തൊട്ടേ സംഗീതത്തിൽ തൽപരനായിരുന്നു ഉണ്ണികൃഷ്ണൻ. ചെറുപ്പത്തിലെ തബല, മൃദംഗം മുതലായ വാദ്യോപകരണങ്ങൾ അഭ്യസിച്ചു. കലാമണ്ഡലം വാസുദേവ പണിക്കരായിരുന്നു ഉണ്ണികൃഷ്ണൻ്റെ ഗുരു. സംഗീതത്തിലെ അദ്ദേഹത്തിൻ്റെ കഴിവ് ഏതാനും സംഗീത ട്രൂപ്പുകളിൽ ജോലി ചെയ്യുവാനും തുടർന്ന് പ്രശസ്ത നാടകവേദിയായ KPSCയിൽ പ്രവർത്തിക്കുവാനും കേരള കലാവേദിയുമായി സഹകരിക്കുവാനും ഇട നൽകി. ഇവിടങ്ങളിൽ പ്രധാനമായും തബലിസ്റ്റായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത്. ഒരു ഗായകനും സംഗീത സംവിധായകനും കൂടിയായിരുന്ന ഉണ്ണികൃഷ്ണൻ നിരവധി ആൽബങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ജയചന്ദ്രൻ എഴുതിയ ഒടുവിൽ മായാത്ത പാവങ്ങൾ ഈ അനശ്വര നടൻ്റെ ജീവിതവും സിനിമയും രേഖപ്പെടുത്തിയിട്ടുള്ള ജീവചരിത്ര കൃതിയാണ്. PN മേനോൻ സംവിധാനം ചെയ്ത് 1973 റിലീസ് ചെയ്ത ദർശനമായിരുന്നു ആദ്യ സിനിമ. വിൻസെൻ്റ് സംവിധാനം ചെയ്ത ചെണ്ടയായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ചിത്രം. പിന്നീട് 400-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചു. പ്രമുഖ സംവിധായകരായ തോപ്പിൽ ബാസി, ഹരിഹരൻ, സത്യൻ അന്തിക്കാട് എന്നിവരോടൊക്കെ ഒപ്പം ശ്രീ ഉണ്ണികൃഷ്ണൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുരുവായൂർ കേശവനിലെ ആനപ്പാപ്പാൻ, വരവേൽപ്പിലെ നാരായണൻ, ആറാം തമ്പുരാനിലെ കൃഷ്ണവർമ്മ, കളിക്കളത്തിലെ പലിശക്കാരൻ, വധു ഡോക്ടറാണ് എന്ന പടത്തിലെ ഗൃഹനാഥൻ എന്നിങ്ങനെ നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹം അനശ്വരമാക്കി. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിഴൽക്കൂത്ത് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള 2002 കേരള സംസ്ഥാന സർക്കാർ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ 1995, 1996 വർഷങ്ങളിൽ മികച്ച സഹനടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2006 മെയ് 27 വൃക്ക സംബന്ധമായ തകരാറുകൾ കൊണ്ട് അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അന്തരിച്ചു. തുടർന്ന് മൃതദേഹം വടക്കാഞ്ചേരിയിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചപ്പോൾ കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് ആയിരങ്ങൾ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാമ്പാടി ഐവർമഠം ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. അദ്ദേഹം അനശ്വരമാക്കിയ നിരവധി കഥാപാത്രങ്ങളിലൂടെ ഇന്നും അദ്ദേഹം നമ്മുടെ ഇടയിൽ മരണമില്ലാതെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. നന്ദി.